ഇപ്പം എന്നെ തന്നെ പണ്ട് കൊച്ചിലെ കറുമ്പി എന്നൊക്കെ വിളിച്ചവരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നെവർ മൈൻഡ്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വെളുപ്പല്ല ഒരാളുടെ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പൊ വെളുത്തവരാവട്ടെ കറുത്തവരാവട്ടെ അവരുടെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഞാൻ ചോദിച്ചുകൊണ്ടാണ്. നമ്മുടെ വൈറ്റിംഗ് ക്രീംസ് ഓർ നമ്മുടെ ഫെയർനെസ് ക്രീം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? ഇനി പറയും, സ്വാധീനിക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ ഈ ഒരു മാർക്കറ്റിന്റെ അകത്ത് ഫെയർനെസ് ക്രീംസ് ആയാലും അതേപോലെ തന്നെ വൈറ്റിംഗ് ക്രീംസ് ആയാലും മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നമ്മളും അതിന്റെ ആ ഒരു നെറ്റ്വർക്കിനകത്ത് അടിമകളാണ് സത്യം പറഞ്ഞാൽ. ഇപ്പൊ കണക്കുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 3000 കോടിയിലധികം ഫെയർനെസ് ക്രീംസ് അല്ലെങ്കിൽ വൈറ്റിംഗ് ക്രീംസ് ആണ് വിറ്റുപെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെല്ലാരും എന്ന് വെച്ചാൽ എല്ലാരും ഇപ്പൊ എന്താണ് ഓരോ ആഡുകളൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാരും വെളുക്കണോന്നുള്ളൊരു ഇതുകൊണ്ട് അതിന്റെ ബാക്കിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നവും കൂടിയാണ്. ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളിൽ തന്നെ എന്നാൽ ഈ ഒരു കാര്യം ഇൻജക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിറത്തിന്റെ പേരിൽ ഒരുപാട് പേര് അവഗണിക്കപ്പെടുന്നവരുണ്ട്. അതേപോലെ തന്നെ നിറത്തിന്റെ പേരിലുള്ള മാനസിക സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ തന്നെ വിവാഹത്തിനും അതേപോലെ തന്നെ ജോലിക്കും നമ്മുടെ വെളുപ്പ് ഒരു യോഗ്യത ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഈ ഒരു ചിന്താഗതി കാരണം നമ്മൾ കണ്ട എല്ലാ വൈറ്റിംഗ് ക്രീംസും വാരി തേക്കും. പ്രധാനമായിട്ടും ആഡും എന്ന് വെച്ചാൽ ഈ പലതരത്തിലുള്ള വൈറ്റിംഗ് ആഡുകളും ഇതിന് മെയിൻ ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഈ കണ്ട വൈറ്റിംഗ് ക്രീംസ് ഒക്കെ വാരിയിടും, ചിലപ്പോ അപ്പൊ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ചിലപ്പം അത് കുറച്ചൊന്ന് വെളുപ്പിച്ച് തരുമെന്ന് വെച്ചോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താണ്, ഇപ്പം ആരെങ്കിലും ഒരാൾ പറഞ്ഞു ഇത് പെട്ടെന്ന് വെളുക്കും, ഇത് 5 ദിവസത്തിനകം വെളുക്കും, അല്ലെങ്കിൽ ഇത് 7 ദിവസത്തിനകം വെളുക്കും എന്നൊക്കെ വാങ്ങിച്ച് നമ്മളുടെ തരുന്ന വൈറ്റിംഗ് ക്രീംസ് സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ വെളുക്കുന്ന ഒരു സംഭവത്തെ അത് താൽക്കാലികം മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചില വൈറ്റിംഗ് ക്രീംസ് അല്ലെങ്കിൽ ഫെയർനെസ് ക്രീംസിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് കെമിക്കൽസ് ഉണ്ട്. മെർക്കുറി, ഹൈഡ്രോക്വിനോൺ ആൻഡ് സ്റ്റിറോൾ. ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് ചിലപ്പോൾ അത് സ്കിൻ ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഹോർമോൺ ചേഞ്ചസ്, സത്യം പറയാം ബോഡി മൊത്തത്തിൽ അടിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി വേണം തേക്കാൻ. ഇപ്പൊ നമ്മൾ വെളുക്കാൻ വേണ്ടി തേക്കുന്ന ചില ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ നമ്മൾ കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മൾ അവിടെ അത് സ്റ്റോപ്പ് ആക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും സ്കിന്നിന് കുറെ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വന്നെന്ന് വരും. നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ഡിസീസസ് ആവും, വീണ്ടും കുറച്ചുകൂടെ ചിലപ്പോൾ ഡൾ ആവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ്. അവസാനം എന്താവും, നമ്മൾ ആ പഴയ പഴഞ്ചൊല്ല് ഓർക്കും, വെളുക്കാൻ വെച്ചത് പാണ്ടായി. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ചില സോഷ്യൽ മീഡിയാസിലായാലും അതുപോലെ ഈ ചില പരസ്യങ്ങളിലായാലും അവർ പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വെളുത്താലേ നീ സെറ്റ് ആവുക. അങ്ങനെ ഒന്നുമില്ല ഗൈസ്. വെളുപ്പല്ല ഒരാളുടെ മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പൊ വെളുത്തവരാവട്ടെ കറുത്തവരാവട്ടെ അവരുടെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ടുള്ളത്. എല്ലാരും വെളുപ്പാകണമെന്നില്ല, എല്ലാരും കറുപ്പാകണമെന്നില്ല. അപ്പൊ കറുപ്പ് വെളുപ്പ് എന്നുള്ള സംഭവമേ ഇല്ല സത്യം പറഞ്ഞാൽ, എല്ലാരും ഒരേപോലെയാണ്. പിന്നെ ഈ ഓരോരുത്തരും വിളിക്കുകയാണ്, ഇപ്പം എന്നെ തന്നെ പണ്ട് കൊച്ചിലെ കറുമ്പി എന്നൊക്കെ വിളിച്ചവരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നെവർ മൈൻഡ്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഉള്ളിൽ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി എപ്പോഴും ആ പേഴ്സണാലിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റി തന്നെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ റീൽ എടുത്തു, ആ റീലില് ഇപ്പൊ എന്താണ് 2 തരത്തിലുള്ള ഒരു റീലുണ്ട്. ഒന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ റീലും ഒന്ന് ഒരു കുക്കിംഗ് റീലും. ഈ ട്രാൻസ്ഫോർമേഷൻ റീലില് ഒരു കറുത്ത ഫോട്ടോ കൊടുത്തിട്ട് ഇപ്പം അയാളെ നല്ല വെളുത്തിരിക്കുന്ന ഒരു റീല് കൊടുത്തെന്ന് വെച്ചോ. അപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ റീലിലായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ ആൾക്കാരെല്ലാരും വെളുപ്പിന്റെ ബാക്കിൽ എങ്ങനെ വെളുത്തു, എന്തെങ്കിലും ക്രീം ഇട്ടാണോ വെളുത്തത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ആൾക്കാരിലൊക്കെ ഉള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ വ്യൂസും ഏറ്റവും കൂടുതൽ ലൈക്കും കിട്ടുന്ന ആ ഒരു വീഡിയോയ്ക്ക് തന്നെ ആയിരിക്കും. പിന്നെ പറഞ്ഞ കാര്യം വെച്ചാൽ ഒരിക്കലും നമ്മളെ ബ്യൂട്ടി ഇപ്പൊ ശരി, നിങ്ങൾക്ക് ഇപ്പൊ വെളുക്കണോന്ന് വെച്ചോ, നിങ്ങൾ വെളുത്തോ, അതിന് നിങ്ങൾ ഈ കണ്ണിക്കണ്ട സാധനങ്ങൾ വരെ തേക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ബ്യൂട്ടി കുറച്ച് എൻഹാൻസ് ചെയ്യുന്നതേ ഉള്ളൂ. വെളുത്ത് പാണ്ഡുവിലാവണമെന്നല്ല ഞാൻ പറഞ്ഞു, കുറച്ച് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നാണെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ബ്യൂട്ടി കുറച്ച് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഈ കണ്ട കെമിക്കൽസ് അടങ്ങിയ സാധനങ്ങളും പ്രത്യേകിച്ച് വൈറ്റനിങ് ക്രീംസ്, ഞാൻ എടുത്തു പറയുന്ന വൈറ്റനിങ് ക്രീംസ് ഒന്നും വാങ്ങിച്ച്
ഇട്ട് മുഖം ആക്കരുത്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരേണ്ടത് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. നമ്മുടെ ചിന്താഗതികളാണ് മാറേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കളർ അല്ല മാറേണ്ടത്, നമ്മളെ മനസ്സാണ് മാറേണ്ടത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം. എനിക്കറിയണമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താവണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല, കമന്റ് ബോക്സിൽ എല്ലാം പറയണം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ ബൈ ബൈ.